ആദ്യ ഭാഗം പരാജയം, രണ്ടാം ഭാഗം ബോക്സ് ഓഫീസിൽ വൻ വിജയം ഉറപ്പിക്കാൻ വേണ്ടി സൈജു കുറുപ്പിന്റെ കരിയറിലെ 150ാമത്തെ ചിത്രം ഭരതനാട്യം 2 മോഹിനിയാട്ടത്തിന്റെ ആദ്യ റിവ്യൂ അപ്ഡേറ്റുകളൊക്കെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഈ ഒരു സിനിമയെക്കുറിച്ചാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ആദ്യ ഭാഗം പരാജയപ്പെട്ടിട്ട് രണ്ടാം ഭാഗം ഇറങ്ങുന്നത് ഇത് ആദ്യമായിട്ടല്ല. ആട് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. ആടിന്റെ രണ്ടാം ഭാഗം വൻ ബോക്സ് ഓഫീസ് വിജയം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ആ ഒരു ലിസ്റ്റിലോട്ട് ഇടം പിടിക്കാൻ പോവുകയാണ് ഭരതനാട്യം 2 മോഹിനിയാട്ടം എന്ന് പറയുന്ന സിനിമ. ആദ്യ ഭാഗം പരാജയപ്പെട്ടെങ്കിലും OTTയിൽ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രത്തിന് രണ്ടാം ഭാഗം വരികയായിരുന്നു. മികച്ച ഒരു കോമഡി എന്റർടൈനർ ആയിട്ടാണ് ചിത്രം ഒരുക്കുന്നത്. കൃഷ്ണദാസ് മുരളി തന്നെയാണ് ഈ ഒരു സിനിമയെ അണിയിച്ചൊരുക്കുന്നത്. സൈജു കുറുപ്പിന്റെ കരിയറിലെ 150ാമത്തെ ചിത്രം കൂടിയാണ് ഭരതനാട്യം 2 മോഹിനിയാട്ടം എന്ന് പറയുന്ന സിനിമ. സൈജു കുറുപ്പിനൊപ്പം തന്നെ സുരാജ് വെഞ്ഞാറമൂട്, ബേബി ജൂൺ, വിനയ് ഫോർട്ട്, ജഗദീഷ്, കലാരഞ്ജിനി, അഭിരാം രാധാകൃഷ്ണൻ, സ്വാതിദാസ് പ്രഭു, ശ്രീജ രവി, ശ്രുതി സുരേഷ് തുടങ്ങി മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്നുണ്ട്. എന്തൊക്കെയാണല്ലോ ഇപ്പോൾ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്ന ഈ വരുന്ന 10-ാം തീയതി നാളെയാണെങ്കിൽ ചിത്രത്തിന്റെ ആദ്യ റിവ്യൂ അപ്ഡേറ്റുകളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ്. മലയാളത്തിലെ പ്രശസ്ത ഡയറക്ടറായിട്ടുള്ള തരുൺ മൂർത്തി ഈ ഒരു സിനിമ കാണുകയും സിനിമ കണ്ടിട്ട് തനിക്ക് ചിരി നിർത്താനായിട്ടെന്നും 2 മണിക്കൂർ 20 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന രസകരമായിട്ടുള്ളൊരു യാത്രയാണെന്നാണ് തരുൺ മൂർത്തി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇതായിരുന്നു: സാധാരണയായി റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ സിനിമകളെക്കുറിച്ച് എഴുതാറില്ല, പക്ഷേ ഇതെന്നെ ശരിക്കും ആകർഷിച്ചു. പലപ്പോഴും ഞാൻ ചിരി നിർത്താൻ കഴിയാതെ ചിരിച്ചുകൊണ്ടിരുന്നു. ഒരു യഥാർത്ഥ ഡാർക്ക് കോമഡി ഭരതനും കുടുംബങ്ങളും നിങ്ങളെ 2 മണിക്കൂർ 20 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന രസകരമായിട്ടുള്ള യാത്രയിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് അദ്ദേഹം കുറിച്ചത്. തീർച്ചയായും കാണേണ്ട ചിത്രമാണിത്. ഈ സിനിമയ്ക്ക് നിറഞ്ഞ സദസ്സ് പ്രതീക്ഷിക്കാം. ഇത് തിയേറ്ററിലെ മുഴുവൻ ആളുകളെയും പ്രധാന നിമിഷങ്ങളെയും പൊട്ടിച്ചിരിപ്പിക്കുന്നതാണ് താരം പറയുന്നത്. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കുക, ഇതൊരു ഫീൽ ഗുഡ് സിനിമയല്ല, പൂർണ്ണമായും യുക്തിയില്ലാത്ത ഡാർക്ക് കോമഡിയാണ്. ശരിയായ മാനസികാവസ്ഥയോടെ തിയേറ്ററിൽ ചിരിക, ഹൃദയം നിറഞ്ഞ് ചിരിക്കുക എന്ന് തരുൺമൂർത്തി കുറിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും വലിയൊരു വിജയം തന്നെ ചിത്രം സ്വന്തമാക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ആദ്യ ഭാഗം മികച്ചൊരു കോമഡി എന്റർടൈനർ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. കാത്തിരിക്കുക. അതുപോലെ തന്നെ ചിത്രം ബോക്സ് ഓഫീസിൽ വിജയിക്കുമെന്നൊക്കെ അറിയാൻ വേണ്ടി സൈജു കുറുപ്പ് കേന്ദ്ര കഥാപാത്രമെത്തുന്ന ഭരതനാട്യം 2 മോഹിനിയാട്ടം എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ നിന്നായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.